ഹലോ, നിത്യഹരിത വനപ്രദേശമായ ഗവിയിലെ കാഴ്ചകൾ കാണാനാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോണത്. തേക്കടി ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുമളിയിലാണ് സ്റ്റേ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് രാവിലെ 6:30 കുമളിയിൽ നിന്ന് ഗവിയിലേക്ക് പുറപ്പെട്ടു. പോണ വഴിക്ക് നല്ല കോട മഞ്ഞിൽ പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു. ആദ്യം ഗൂഗിൾ മാപ്പിൽ ഗവിയിൽ നിന്നിട്ട് കയറി ചെന്നത് എക്സിറ്റിലേക്കായിരുന്നു. പിന്നെ അവിടുത്തെ ഓഫീസിൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ആങ്ങമൂഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് ചെല്ലേണ്ടത്. അങ്ങനെ ആങ്ങമൂഴി ലക്ഷ്യം വെച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ശബരിമല റൂട്ട് ചോദിച്ച് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാവരുപള്ളിയുടെ അവിടെ എത്തി. അപ്പോൾ ഇതാണ് വാവരുപള്ളി. ഞാൻ ആദ്യമായിട്ടാണ് പത്തനംതിട്ട ഭാഗത്തേക്ക് വരുന്നത്. അങ്ങനെ വാവരുപള്ളി കണ്ടു, പമ്പ കണ്ടു, ശബരിമല ഏരിയയിലത്തെ കുറച്ച് സംഭവങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് തീരെ തിരക്കില്ല കേട്ടോ, കടകളൊക്കെ അടച്ചിട്ടേക്കാം. അപ്പോൾ എന്താണാവോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് മനസ്സിലായത് സീസണല്ലല്ലോ, ശബരിമല സീസൺ കഴിഞ്ഞല്ലോ, അത് കാരണമാണ് കടകളൊക്കെ അടച്ചേക്കുന്നത്. എന്നാലും ഒരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇതാണ് പമ്പ. പാപം മറിച്ചിട്ടാൽ പമ്പ എന്ന് പറഞ്ഞിട്ടൊരു യേശുദാസിൻ്റെ പഴയ പാട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് പമ്പ എന്ന് കേൾക്കുമ്പോൾ ആ പാട്ടാണ് ഓർമ്മ വരാം. പണ്ടത്തെ അയ്യപ്പ ഭക്തി ഗാനങ്ങളിലെ ഹിറ്റ് പാട്ടുകളാണ് ഇതൊക്കെ. പാപം മറിച്ചിട്ടാൽ പമ്പ, പാപനാശിനി പമ്പ. ആങ്ങമൂടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണ് കേട്ടോ, നിറച്ച് മരങ്ങളാണ് റോഡിൻ്റെ 2 സൈഡിലും. അപ്പോൾ കാടിൻ്റെ ആ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നോട്ടൊക്കെ തന്നെ. ഇന്ത്യയിലെ മുൻനിര എക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗവി. വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ഗവി പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. വർഷം മുഴുവനും ഗവിയിൽ സുഖമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും ഇത്രേ. ഞങ്ങൾ ആങ്ങമൂഴിയിലെത്തുമ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ. ആങ്ങമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ടിക്കറ്റ് കൗണ്ടറാണ് എൻട്രി പോയിന്റ്. രാവിലെ 6:30 തൊട്ട് 11 മണി വരെയാണ് പ്രൈവറ്റ് വെഹിക്കിൾസിന് കടത്തിവിടുള്ളൂ ഇവിടെ. വളരെ കുറച്ച് പ്രൈവറ്റ് വണ്ടികൾക്കാണ് ഒരു ദിവസം ഗവി വഴി കടന്നു പോകാൻ പറ്റുള്ളൂ. 2 വീലറിനും 3 വീലറിനും ഈ വഴിയുള്ള യാത്രയ്ക്ക് അനുമതിയില്ല. ഓൺലൈൻ ബുക്കിങ്ങിന് ഉപയോഗിച്ചിരിക്കണം തിരിച്ചറിയൽ രേഖ നിർബന്ധമായിട്ടും ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചിരിക്കണം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപ് മാത്രമാണ് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ അഡൽട്ട്സിന് 100 രൂപയും ഫോറിനേഴ്സിന് 140 പിന്നെ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. പിന്നെ കാറിന് 85 കേട്ടോ. ഞങ്ങൾ തലേന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് റെഡിയാക്കി വെക്കും. നമ്പർ 97 44 35 86 14. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. എല്ലാ ഫുഡും ഞങ്ങൾക്ക് റെഡിയാക്കി വെക്കും. വനജ 96 56 34 40 91. അങ്ങനെ 2 നമ്പർ ഉണ്ടല്ലേ? ഇതിൽ 2 നമ്പറിലും വിളിച്ചാൽ ഫുഡ് വേണമെങ്കിൽ തലേദിവസം ഓർഡർ. ഫുഡ് പിന്നെ ഊണും ഉണ്ട്, വാഴയിലപ്പൊതി 7 കൂട്ടം കറികൾ, മീൻ കൂട്ടി, പിന്നെ കാപ്പി വേണമെങ്കിൽ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് താങ്ക് യു. ഇത് ഫോറസ്റ്റിന്റെ ആണോ അതോ ഫോറസ്റ്റിന്റെ? ഞങ്ങൾ ഇവിടെയാണ് ഉച്ചക്കലത്തെ ഫുഡ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങി. രാവിലെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മീൻ വറുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിന് പകരമായിട്ട് ഓംലേറ്റ് വെച്ചു കിട്ടാം. അപ്പോൾ ഗവി യാത്രയ്ക്ക് പോകണ ഒരു ഫുഡ് വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അവർ 2 നമ്പർ അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ചെക്ക് പോയിന്റിലെത്തി. ഇവിടെ എല്ലാ വണ്ടികളും നിർത്തിയിട്ട് ടിക്കറ്റും ലൈസൻസൊക്കെ അവിടെ കാണിക്കണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും ലൈസൻസൊക്കെ അവിടെ കാണിച്ചിട്ട് ഇനി കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാണ്. വനമാണ് കേട്ടോ. നിബിഡ വനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇനി പോണത്. ഞങ്ങളൊരു ഓർഡിനറി ബസ്സിൻ്റെ ബാക്കിലായിരുന്നു ആദ്യം പോകണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3 ബസ് കണ്ടു, ഉല്ലാസയാത്രയ്ക്ക് ആൾക്കാരെയും കൊണ്ട് വന്ന ബസ്. ഞാൻ ഓർഡിനറി മൂവി കണ്ടപ്പോഴാണ് ഗവി എന്നൊരു സ്ഥലമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. നല്ലൊരു മൂവിയായിരുന്നു അല്ലേ അത്. അതിലത്തെ പാട്ടും സൂപ്പറാണ്. ആങ്ങമൂഴിയിൽ നിന്ന് ഗവിയിലേക്ക് കാടിനുള്ളിലൂടെ 67 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന യാത്രയിൽ വാഹനത്തിൻ്റെ കണ്ടീഷനും ഫിറ്റിങ്സും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ പോയി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു ബസ് അവിടെ കുടുങ്ങിയത് ഒരു വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊരു 11 മണി നേരത്താണ് അവർ അതിൻ്റെ ഉള്ളിൽ പെട്ടതെന്നാണ് പറയണത്. ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഏർലി മോർണിങ്ങിലൊക്കെ ആണെങ്കിൽ എന്തായാലും മൃഗങ്ങളൊക്കെ ഉണ്ടാവും.
ഞങ്ങൾ പോയതും ഒരു 11 മണിയൊക്കെ നേരത്താണ് ഇതിൽ കൂടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും കാണാനും പറ്റിയില്ല കേട്ടോ. ഈ സാധനങ്ങൾ ഇവിടെ കണ്ടപ്പോൾ ഇത് എന്താണാവോ എന്ന് ഞാൻ വിചാരിച്ചു. ഇതിൻ്റെ തന്നെ കുറേ അവശിഷ്ടങ്ങൾ അങ്ങോട്ട് മാറിക്കിടക്കണുണ്ടായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലായത് ഇതെന്താ സാധനം. നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴേ 7 ഡാമുകളിൽ കൂടെ കടന്നു പോകും. അതിൽ ഫസ്റ്റ് വരുന്നത് മൂഴിയാർ ഡാമാണ്. പിന്നെയുള്ളത് ഗവിയാർ ഡാം, കല്ലാർ, മീനാർ, പമ്പ, ആനത്തോട്, കക്കി എന്നിവയാണ് കേട്ടോ. പമ്പ, ആനത്തോട്, കക്കി എന്നീ ഡാമുകൾ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ളതാത്രേ. അങ്ങനെ മൂഴിയാർ ഡാം എത്തി. അവിടെ നമ്മൾ ടിക്കറ്റും ലൈസൻസൊക്കെ കാണിക്കണം. അപ്പോൾ ചേട്ടൻ ഇറങ്ങി പോയിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ നമുക്കൊന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചാൽ ഇറങ്ങാൻ പാടില്ല. ഫോട്ടോഗ്രാഫി ഒന്നും ഇവിടെ അനുവദിക്കില്ല. ഞങ്ങളുടെ മുൻപിലായിട്ടൊരു ജീപ്പ് പോകണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി. അപ്പോൾ ഞങ്ങളും അവിടെ നിർത്തിയിട്ടാണ്. എന്നിട്ട് ഇവിടേക്കൊന്ന് ഇറങ്ങി. ഇവിടെ കണ്ടില്ലേ വലിയ പൈപ്പുകൾ പോണ്. ഈ പൈപ്പുകൾ കയറ്റി കൊണ്ടുവരാൻ ഉപയോഗിച്ച മെഷീനാണെന്ന് നേരത്തെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. പൈപ്പ് പുള്ളിങ് മെഷീൻ. കാടിൻ്റെ ഒരു ശബ്ദം കേട്ടാ, ചീടുകളുടെ, പ്രകൃതിയുടെ ശബ്ദം. ഈ പൈപ്പ് പോണതിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ ഷീറ്റ് മേഞ്ഞിട്ടൊരു കുടിൽ പോലെ, വീടെന്നൊന്നും പറയാൻ പറ്റില്ല അത്. അവിടെ ഒരു സ്ത്രീ ഇരുന്ന് പാചകം ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഡ്രൈവറോട് ചോദിച്ചു ഇവർ ആരാന്ന് ചോദിച്ചപ്പോൾ അത് കാടിൻ്റെ മക്കളാണ് അവരൊക്കെയെന്ന്. അപ്പോൾ അവരെത്ര നാൾ ഇവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 6 മാസം ഇവിടെ ആയിരിക്കും, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ മാറിപ്പോവും, 6 മാസം വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ അത്രേ അവർ. ഇപ്പോഴും അങ്ങനെ ആദിവാസികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ജീപ്പിൽ വന്ന യാത്രക്കാർ ജീപ്പ് സഫാരി പാക്കേജ് എടുത്തവരായിരിക്കും. ഇവിടെ പാക്കേജ് എടുത്താൽ ബോട്ടിങ്, വാട്ടർഫോൾ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ കാണാട്ടോ. കുറേ അധികം കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഗവിനെ പറ്റി നന്നായി അറിയണ ഒരാളുടെ കൂടെ ഗവിയിലേക്ക് വന്നാൽ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നിർത്തിയൊക്കെ കണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന പോലെയാവും, ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഈ പ്രധാനപ്പെട്ട റൂട്ടിലൂടെ മാത്രം വണ്ടി ഓടിച്ചിട്ട് വള്ളക്കടവിൽ പോയി ഇറങ്ങും. അല്ലെങ്കിൽ 80-100 കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ, കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു എന്നൊരു ഫീൽ ഉണ്ടാവും. ഇവിടെ ചേട്ടനാണ് ഫുൾ ഡ്രൈവിങ് ആയിരുന്നേ. ചേട്ടനൊക്കെ ഡ്രൈവിങ് ഒരു ക്രൈസായ കാരണം ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർ വരണം കേട്ടോ, അല്ലാത്തവർക്ക് ഇത് മടുക്കും. സ്വന്തം വാഹനത്തിൽ വരുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും റോഡിൽ എവിടെയും വണ്ടി നിർത്തി ഇറങ്ങാൻ പാടില്ല അത്രേ. അത് സ്ഥിരം പോണവർക്കാണ് അതൊക്കെ ഓരോ പോയിന്റുകൾ അറിയുള്ളൂ. അവിടെ മാത്രമാണ് വണ്ടി നിർത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആനത്താരകളുണ്ട് ഇത്ര, ആനകൾ ഇറങ്ങി വരുന്ന വഴി, അതൊക്കെ നമുക്കറിയില്ലല്ലോ. സ്ഥിരം പോണവർക്ക് അതൊക്കെ അറിയുണ്ടാവും. ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ആ ജീപ്പ് ഉണ്ടല്ലോ, അത് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അതിലത്തെ ഡ്രൈവേഴ്സ് ഇറങ്ങിപ്പോയിട്ട് ഒരു മരത്തിൽ നിന്ന് എന്തൊക്കെയോ ചെത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അത് കുന്തിരിക്കം മരമാണത്രേ. അപ്പോൾ ആ മരത്തിൽ നിന്ന് ചെത്തിയെടുത്ത ആ കുന്തിരിക്കം കത്തിച്ചിട്ട് അവർക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്കും അത് കാണിച്ചു തന്നു, ഇന്നതാണ് കുന്തിരിക്കം എന്ന്. പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരം നല്ല മഴ കിട്ടിയിട്ടാ. അതിൻ്റെ മഴയുടെ തുടക്കമാണ് ഈ കാണുന്നത്. മഴയിൽ ഗവി അതിസുന്ദരിയായിട്ട് തോന്നി. ഗവിയിലേക്ക് വരാൻ കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്ന മഴ സീസണിലായിരിക്കും അത്രേ. എന്താണെന്ന് വെച്ചാൽ നല്ല ഗ്രീനറി ആയിരിക്കുമല്ലോ. പക്ഷേ ഹെവി റെയിനി സീസണിൽ വരാണ്ടിരിക്കുക നല്ലതെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് നല്ല ഗ്രീനറി ആയിരുന്നു, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ഗവിയിലത്തെ മഴയും ആസ്വദിക്കാനൊരു അവസരം കിട്ടി. കുറച്ച് നേരം നല്ല മഴ പെയ്തു. ഇത് ഏത് ഡാമാണെന്ന് ഓർമ്മയില്ല കേട്ടോ, വായിക്കാൻ പറ്റില്ല, മഴയായ കാരണം ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടില്ലേ. ഗവിയാർ ഡാമാണെന്ന് തോന്നുന്നു. ഈ ഡാം കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കെ കുറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ചെക്ക് പോയിന്റിൽ വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി. ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം 1-1:30 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് ഭക്ഷണം കഴിക്കണം. അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ഭക്ഷണപ്പൊതി എവിടെയെങ്കിലും വെച്ച് കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവിടെ എവിടെയോ KSEBയുടെ ക്യാൻറ്റീൻ ഉണ്ട്, ആ ഭാഗത്തേക്ക് പോയിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ KSEBയുടെ ക്യാൻറ്റീൻ കൊച്ചു പമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അവിടെ ഇറങ്ങി. അപ്പോൾ ഈ ക്യാൻറ്റീനിൽ ഭക്ഷണം കൊടുക്കുന്നത് ബസ്സിൽ വരുന്ന യാത്രക്കാർക്കാണ് കൂടുതലും. അവരെയാണ് ഫോക്കസ് ചെയ്യണത്.
എനിക്ക് തോന്നുന്നു അവരുടെ ആ പാക്കേജിൽ ഈ ഫുഡും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടായില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ആ ഒരു പരിസരത്തൊക്കെ നിന്ന് ഭക്ഷണം കഴിച്ച് പോന്നു. അതും ഒരു അനുഭവമാണല്ലോ അല്ലേ. ഒരു ദിവസം ഇപ്പം അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. നമ്മൾ ആങ്ങമൂഴിയിൽ നിന്ന് ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഹോട്ടലുകളും ഇതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ KFDCയുടെ റെസ്റ്റോറൻറ്റും കോട്ടേജൊക്കെ ബുക്ക് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടും, അല്ലാത്തവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി വരുമ്പോൾ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് വരണത്. പിന്നെ ഗവിയിലേക്ക് വരുമ്പോൾ പാക്കേജൊക്കെ ബുക്ക് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഗൈഡിനെയൊക്കെ കിട്ടും. അപ്പോൾ ഡാമുകളും പുൽമേടുകളൊക്കെ കണ്ട് യാത്ര ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ റേറ്റും കൂടും. അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, എത്രയാണെന്നൊക്കെ. ആങ്ങമൂഴിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററോളം ഉണ്ട് ഗവിക്ക്. ഗവിയിൽ നിന്ന് തിരിച്ച് ആങ്ങമൂഴിയിലേക്ക് യാത്ര പറ്റില്ല. ഗവിയിൽ നിന്ന് പിന്നെ പോകേണ്ടത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴിയാണ്. അതായത് ഞങ്ങൾ ആദ്യം കടക്കാൻ പോയ സ്ഥലം. ചെക്ക് പോസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും 100 കിലോമീറ്ററോളം വരും ഇത്ര. ഈ 100 കിലോമീറ്ററും പൂർണ്ണമായിട്ടും വനാണ് കേട്ടോ. മൊബൈൽ റേഞ്ച് കിട്ടില്ല, ഭക്ഷണം കിട്ടില്ല. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ യാത്ര തുടങ്ങാൻ. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ആനേനെ കണ്ടു എന്ന് പറയാം. അതിൽ പോയ വേറെ വണ്ടിക്കാർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിൻ്റെ മുകളിൽ ആന ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരറ്റത്ത് മുകളിലായിട്ടൊരു ആന. നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് തിരിച്ച് കടക്കേണ്ടത് 6 മണിക്ക് മുൻപായിട്ട് കടന്നിരിക്കണം. ഞങ്ങളൊരു 3 മണിയായപ്പോൾ കടന്നു. ഞാൻ ആ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഞെട്ടിത്തരിച്ച് എൻ്റെ ചേട്ടനൊരു സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴാണ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് കോളിസ് റോഡിൻ്റെ കുറുങ്ങനെ കിടക്കുന്നതാണ്. ചെറുതായിട്ട് മഴയും പെയ്യുണ്ടായിരുന്നു, നല്ല ഹെയർ പിൻ വളവായിരുന്നു. അങ്ങനെ എന്താ ഉണ്ടായെന്നറിയില്ല. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഒരു ഇന്നോവ കാറ് സൈഡിലായിട്ട് അതൊക്കെ നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആർക്കും ഒന്നും പറ്റിയില്ല. വേറൊരു വണ്ടിയും ആ സമയത്ത് അതിൽ കൂടെ പോയുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഇന്നത്തെ ഗവി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.